അമേരിക്ക ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്നത് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടരാജിക്കാണ്. രാജിവെച്ചില്ലെങ്കിൽ കൂട്ട പിരിച്ചുവിടൽ നടപ്പിലാക്കും. ചിലവ് ചുരുക്കുന്നതിനാണ് സർക്കാർ സർവീസിൽ നിന്ന് അമേരിക്ക 1,00,000 പേരോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചിലവ് ചുരുക്കലിന് വേണ്ടി ട്രംപ് ഭരണകൂടം സ്വയം വിരമിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ആദ്യമായിട്ടാകും ഒറ്റ ദിവസം ഇത്രയും പേർ ഫെഡറൽ സർവീസിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്നാൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ ഈ പദ്ധതിക്ക് എതിരാണ്. ഡെമോക്രാറ്റുകളുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എങ്കിലും ചർച്ച പരാജയപ്പെട്ടാൽ കൂട്ടത്തോടെ പിരിച്ചുവിടുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഡെഫേർഡ് റെസിഗ്നേഷൻ പ്രോഗ്രാം എന്ന് പേരിട്ടിരിക്കുന്ന പിരിച്ചുവിടൽ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതിക്ക് തുല്യമാണ്. ഇതുപ്രകാരം ആകെ 2.25 ലക്ഷം ജീവനക്കാർ സ്വയം വിരമിക്കും. ഇതിനു മാത്രമായി ഒറ്റയടിക്ക് $14.8 ബില്യൺ അഥവാ 1.30 ലക്ഷം കോടി രൂപയാണ് അമേരിക്കൻ സർക്കാർ കണ്ടെത്തേണ്ടത്. കണക്ക് പ്രകാരം നോക്കിയാൽ ഇതൊരു ഭീമമായ തുകയായി തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഈ തുക വലിയ ലാഭമായി ഭവിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടവും ട്രംപ് അനുകൂലികളും കരുതുന്നത്. കാരണം ഈ കൂട്ടരാജി വഴി പ്രതിവർഷം $28 ബില്യൺ ഏകദേശം 2.5 ലക്ഷം കോടി രൂപ സർക്കാരിന് ലാഭിക്കാനാകുമെന്ന് കണക്കുകൂട്ടുന്നു. സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരം രാജിവെക്കുന്ന 2.75 ലക്ഷം പേരെ തുടക്കത്തിൽ 8 മാസത്തെ ലീവിലാണ് പറഞ്ഞുവിടുക. ഇവർക്ക് 1 മാസത്തെ ശമ്പളവും വിരമിക്കൽ ആനുകൂല്യവും നൽകും. പോരാത്തതിന് അഡ്മിനിസ്ട്രേഷൻ അവധിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും 8 മാസവും ശമ്പളവും നൽകുന്നുണ്ട്. വിരമിക്കൽ ആനുകൂല്യമായാണ് മൊത്തം $14.8 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഒറ്റത്തവണ ഇത്രയും വലിയ തുക നൽകി അവസാനിപ്പിക്കുന്നതും പ്രതിമാസം ശമ്പളമായി നൽകുന്നതും ചിലവ് ചുരുക്കലിൽ വലിയ വ്യത്യാസം വരുത്തുമെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം. ജോലിക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതിന് ഏറ്റവും കാര്യക്ഷമവും ഫലപ്രദവും വിപുലവുമായ പദ്ധതിയാണ് ഇതെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ട്രംപ് സർക്കാർ പ്രഖ്യാപിച്ച ഡെഫേർഡ് റെസിഗ്നേഷൻ പദ്ധതിക്ക് പലരും എതിരായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. പലരെയും നിർബന്ധിച്ച പദ്ധതിയിൽ ചേർക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പണി നഷ്ടമാകുന്ന പലരും അത് രഹസ്യമായി വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. പുതിയ ജോലി തേടുന്നതിന് ഈ രഹസ്യാത്മകത സഹായിക്കുമെന്നും അവർ കരുതി. ഫെഡറൽ സർവീസിൽ തന്നെ വൈകാതെ തിരിച്ചു കയറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കുറവല്ല. വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിന്റെയും ഭാഗമായാണ് ട്രംപ് ഭരണകൂടം സ്വയം വിരമിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചത്. ഗവൺമെന്റിന്റെ ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ബിൽ പാസാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ വിമുഖത കാട്ടുന്നത് ട്രംപിനെ ചൊടിപ്പിക്കുന്നുണ്ട്. സ്വപ്നങ്ങളുടെ കൂട്ടത്തോടെയുള്ള കുഴിച്ചുമൂടൽ എന്നാണ് ഇതിനെ പല മുതിർന്ന ജീവനക്കാരും വിശേഷിപ്പിച്ചത്. വെറ്ററൻ അഫയേഴ്സ് വകുപ്പിൽ നിന്ന് ഡെഫേർഡ് റെസിഗ്നേഷൻ ഓഫർ വഴി രാജിവെച്ച ഒരു ജീവനക്കാരൻ പറഞ്ഞത് തന്നെ പോലെ പലരും ഇതൊരു കുഴിച്ചുമൂടലായി കരുതുന്നുണ്ട് എന്നാണ്. സർക്കാരിനൊപ്പം മികച്ച രീതിയിൽ കരിയർ അവസാനിപ്പിക്കാമെന്ന സ്വപ്നങ്ങളാണ് ട്രംപ് ഭരണകൂടം ഇങ്ങനെ കുഴിച്ചുമൂടിയത്. തങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജീവനക്കാർ ഇതേക്കുറിച്ച് പറഞ്ഞത്. പലരും പുതിയ ജോലി തേടാൻ ഈ സ്വയം വിരമിക്കൽ രഹസ്യമാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ പുതിയ ജോലി അന്വേഷണവും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിലവിൽ പലയിടത്തും പുതിയ ജോലിക്കാരെ എടുക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. പിരിച്ചുവിടൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ട്രംപിന്റെ ഓഫീസ് മാനേജ്മെന്റ് തലവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പലരും അന്നു മുതൽ ഭയപ്പാടോടെയാണ് ജീവിച്ചത്. ഏത് നിമിഷവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് അവർ ഭയപ്പെട്ടു. ഒടുവിൽ അതുതന്നെ സംഭവിച്ചു. ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നയം പ്രകാരം നിരവധി ഫെഡറൽ വകുപ്പുകളിലും ഏജൻസികളിലും വൻതോതിൽ ബജറ്റ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ജീവനക്കാരുടെ വേതനവും ആനുകൂല്യങ്ങളും കുറയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയും പേർ ഫെഡറൽ സർവീസിൽ നിന്ന് രാജിവെക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്.